പെട്രോ ഡോളർ അല്ലെങ്കിൽ പെട്രോ കറൻസി അല്ലെങ്കിൽ പെട്രോ ഡോളർ സിസ്റ്റം എന്ന വാക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് അതിനെപ്പറ്റി പറയാം. 1960-ലാണ് ബാഗ്ദാദിൽ വെച്ചിട്ട് ദി ഓർഗനൈസേഷൻസ് ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഒപെക് എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിക്കുന്ന സമയത്ത് 5 രാജ്യങ്ങളാണ് ഈ സംഘടനയിൽ ഉണ്ടായിരുന്നത്: ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ ആൻഡ് വെനിസ്വേല. പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഏതാണ്ട് 7ഓളം രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേർക്കപ്പെട്ടു. ഇപ്പം മൊത്തം 12 രാജ്യങ്ങളാണ് ഈ സംഘടനയിലുള്ളത്. ഈ രാജ്യങ്ങളെല്ലാം അവരുടെ ഓയിൽ പ്രൊഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനിമയം നടത്തുന്നത് എല്ലാം US ഡോളറിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പെട്രോ കറൻസി അല്ലെങ്കിൽ പെട്രോ ഡോളർ സിസ്റ്റം അല്ലെങ്കിൽ പെട്രോ സിസ്റ്റം എന്ന വാക്കൊക്കെ വരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് 2000ത്തിന്റെ തുടക്കം മുതലൊക്കെ തന്നെ ഇറാഖ് അവരുടെ ഓയിൽ പ്രൊഡക്ട്സ് മറ്റ് കറൻസിയിലൂടെ വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് യൂറോ കറൻസിയിലൂടെ വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് US ഇറാഖിനെ ആക്രമിച്ചതും പിന്നീട് സദ്ദാം ഹുസൈനെ പിടിച്ച് കൊലപ്പെടുത്തുന്നതൊക്കെ. ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് സൗദി അറേബ്യയും ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത്. അവരും അവരുടെ ഓയിൽ പ്രൊഡക്ട്സ് മറ്റ് കറൻസിയിലൂടെ വിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോ അല്ലെങ്കിൽ യുവാൻ പോലെയുള്ള കറൻസികളിലൂടെ. അതേപോലത്തെ ശ്രമങ്ങളാണ് വെനിസ്വേലയിൽ നടക്കുന്നത്. വെനിസ്വേലയും അവരുടെ ഓയിൽ പ്രൊഡക്ട്സ് മറ്റ് കറൻസിയിലൂടെ വിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യൂറോ അല്ലെങ്കിൽ യുവാൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വെനിസ്വേലനെ ആക്രമിച്ചതും അവിടുത്തെ പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയതും അവിടെ വിചാരണ നടത്തുന്നതൊക്കെ. ഈ വെനിസ്വേലയെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ അല്ലെങ്കിൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനിസ്വേല. അപ്പോൾ പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. വെനിസ്വേല അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്ര നല്ല രീതിയിലല്ല. കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ള പണപ്പെരുപ്പമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുതലെടുത്താണ് അമേരിക്ക കറക്റ്റ് ടൈമിൽ വെനിസ്വേലയെ ആക്രമിച്ചതും അവിടുത്തെ പ്രസിഡന്റിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതും. പിന്നീട് അവരുടെ പ്രധാന ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണ സമ്പത്ത് മുഴുവൻ US-ന്റെ കൺട്രോളിലേക്ക് ആക്കുക. അങ്ങനെ US-ന്റെ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ US-ന് തിരിച്ച് US ഡോളറിന് മേലുള്ള ആധിപത്യം അല്ലെങ്കിൽ ലോകത്തുള്ള ആധിപത്യം അവർക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ US എപ്പോഴും സുപ്രീം ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാനും പറ്റും. അത് തന്നെയാണ് പ്രധാനമായിട്ടും വെനസ്വേലയെ ആക്രമിക്കാനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.